കിടക്കുന്ന കപ്പൽ താണ്ട് കിടക്കുന്നത് കണ്ടോ? ഒറ്റയ്ക്ക് കിടക്കുന്നുണ്ട്. യാമ്പൂലാണ് ഈ ഷിപ്പ് ഉള്ളത്. ഇത് കാണാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ്. ഈ വെള്ളത്തിന് കളറൊക്കെ നോക്കി അടിപൊളി കളറല്ലേ. ഹായ് ഗായ്സ്, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ പേര് രാജി. ഞാനൊരു ട്രാവൽ വ്ളോഗറാണ്. നമ്മുടെ ഈ ചാനലിൽ നമ്മൾ യാത്ര ചെയ്തിട്ടുള്ള രാജ്യങ്ങളിലെ കാഴ്ചകളും അവിടുത്തെ കൾച്ചറും ഹിസ്റ്ററിയും എങ്ങനെ ആ രാജ്യത്തേക്ക് പോകാം എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങളായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ യാമ്പൂവിൻ്റെ കാഴ്ചകളും യാമ്പൂവിൻ്റെ ബീച്ചിൻ്റെ കാഴ്ചകളും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഉംലൂജിൽ നിന്ന് രാത്രിയിലാണ് യാമ്പൂവിലെത്തിയത്. ഏകദേശം 2 മണിക്കൂർ യാത്രയുണ്ടായിരുന്നു. നമ്മൾ ശരിക്കും അല്ലുലയിൽ നിന്ന് രാവിലെ തുടങ്ങിയ യാത്രയാണ്. ഇന്നലെ രാത്രിയിലാണ് നമ്മൾ യാമ്പൂവിലെത്തിയത്. നമ്മൾ റൂം എടുത്തിരുന്നത് യാമ്പൂവിലായിരുന്നു. നമ്മുടെ ഈ സൗദി ട്രാവൽ സീരീസിൽ നമ്മൾ യാമ്പു എന്ന സ്ഥലത്താണ് ഇപ്പം നിൽക്കുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഉച്ചയായപ്പോഴത്തേക്കും നമ്മൾ യാമ്പു സിറ്റിയുടെ കാഴ്ചയൊക്കെ കാണാനായിട്ട് വന്നിറങ്ങിയതാണ്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയപ്പോൾ നമുക്ക് ബിരിയാണി വാല എന്നൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഹൈദരാബാദി റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് കയറി. ഇവിടെ കുറേ വെറൈറ്റി ബിരിയാണികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്തു. അത്യാവശ്യം നല്ല ബിരിയാണി ആയിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് ബിരിയാണിയൊക്കെ കഴിക്കുകയാണ്. പൊതുവേ ഹൈദരാബാദി ബിരിയാണി നല്ല അടിപൊളിയാണെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ അവിടെ വണ്ടി നിർത്തിയത്. അങ്ങനെ അവിടുത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. യാമ്പൂല് ഫേമസ് ആയിട്ടുള്ള ഒരു ഷിപ്പ് റെക്ക് ഉണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയതാണ്. അപ്പോഴാണ് നമ്മുടെ മുന്നിൽ ഒരു കാർഗോ ഷിപ്പ് വന്നത്. നമ്മളിങ്ങനെ അതിൻ്റെ കാഴ്ചകളൊക്കെ ഇരുന്ന് ഇങ്ങനെ കാണുകയാണ്. ഇവിടെ ആളുകൾ ഈവനിങ് ടൈമിലൊക്കെ വരുമെന്ന് തോന്നുന്നു. കുറേ ഫുഡ് ട്രക്കുകൾ നമുക്ക് കാണാൻ പറ്റും. പോകുന്ന വഴിക്ക് നമ്മളൊരു പാർക്കൊക്കെ കണ്ടു. അങ്ങനെ നമ്മൾ ആ ഒരു പാർക്കിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ ആ ഒരു പാർക്കിനുള്ളിൽ കയറിയിരിക്കുകയാണ്. ഈ ഒരു പാർക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി ആ ഒരു ബീച്ചിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ പാർക്കിംഗ് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. ഓരോ സ്ഥലത്ത് ഓരോ വണ്ടി ഇട്ട് നമുക്ക് അവിടുത്തെ ബീച്ചിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും. ഈ കാണുന്നതാണ് ആ ഒരു റോക്കറ്റ് ഷിപ്പ്. നമുക്ക് കാണാൻ പറ്റും കണ്ടോ. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ കളർ നോക്കിക്കല്ലേ. ടൂറിസ്റ്റുകൾക്കിടയിൽ ഈ ഷിപ്പിനെ യാമ്പൂവിൻ്റെ ടൈറ്റാനിക് എന്ന് അറിയപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ഗോസ്റ്റ് ഷിപ്പ് എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ഇതിനെക്കുറിച്ച് പറയുന്നത് 1915 ഈ കപ്പൽ ഇവിടെ അപകടത്തിൽപ്പെട്ടതെന്നാണ് പറയപ്പെടുന്നത്. ബ്രിട്ടീഷ് നിർമ്മിതമായ ഈ ഒരു കാർഗോ ഷിപ്പ് കോറൽ റീഫിൽ തട്ടി മുങ്ങുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടുത്തെ വെള്ളത്തിൻ്റെ കളർ എടുത്തു പറയേണ്ടത് തന്നെയാണ്. അത്രയ്ക്ക് നല്ല മനോഹരമായിട്ടുണ്ടല്ലേ ആ ഒരു വെള്ളത്തിൻ്റെ കളറ്. അതേപോലെ ഒരു പച്ച കളർ പോലെയാണ് നമുക്ക് തോന്നിയത്. തിരമാലകളൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അടിച്ചു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് അങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങാനൊന്നും സാധിക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഈ ഒരു പാറയുടെ പുറത്ത് നമുക്കിരുന്ന് നമുക്ക് ഈ ഒരു ബീച്ചിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റും. നല്ല രസമാണ്. നല്ല ഒരു അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഈ വെള്ളത്തിൻ്റെ കളർ തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഈ കപ്പലിൻ്റെ വലിയ ഭാഗം കടലിനടിയിൽ ഇപ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ മുകളിലത്തെ ഭാഗമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. നമ്മൾ എവിടെയാ നിൽക്കുന്നേ? നമ്മളൊരു റോക്കറ്റ് ഷിപ്പ് കാണാൻ വേണ്ടി വന്നേക്കാം. യാമ്പൂലൊരു സ്ഥലമാണ്. കിടക്കുന്നുണ്ടോ റോക്കറ്റ് ഷിപ്പ്? ഒരു ഗ്രീൻ ഷിപ്പായിരുന്നു അല്ലേ? മുങ്ങിപ്പോയ ഒരു ഷിപ്പാണ് നമ്മളുടെ മുന്നിൽ ഈ കാണുന്നത്. യാമ്പൂലാണ് ഈ ഷിപ്പ് ഉള്ളത്. ഇത് കാണാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ്. ഈ വെള്ളത്തിന് കളറൊക്കെ നോക്കി അടിപൊളി കളറല്ലേ. കളറല്ലേ
തിരമാലകളൊക്കെ വരുന്നത്. ചുമ്മാ ഇരിക്കുക ഞങ്ങൾ. ഇപ്പൊ നമ്മളെ എല്ലാരും കൂടെ വന്നിട്ടേ ഇവിടെ വന്നിരിക്കുകയാണ്. ഇതിന്റെ സൗണ്ട് ഒക്കെ കേൾക്കാൻ. ഈ കല്ലൊക്കെ നോക്കി ഇവിടെ ഇരിക്കാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. നല്ല കാഴ്ചയാണ് ഇവിടെ നല്ല കാഴ്ചയാണ്. വണ്ടി വന്നിട്ട് അതൊരു സംഭവമാണ്. മാർക്ക് ചെയ്യാൻ വേണ്ടി പ്രത്യേക വണ്ടി മാർക്ക് ചെയ്തിരുന്ന് വണ്ടിക്കത്തിരുന്ന് തന്നെ ഭയങ്കര അടിപൊളിയാണ്. റേറ്റ് നോക്കി എങ്ങനെ നല്ല രസമായിരുന്നു. ഞങ്ങൾ വന്ന സമയം ഭയങ്കര കാറ്റാണ്. ഒരു പ്രത്യേക ഭംഗിയായിരുന്നു ഈ ബീച്ചിന്. ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു. ആ കല്ലിൽ ഞങ്ങൾ കുറേ നേരം ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്കൊരു ഞണ്ടിനെ കാണാൻ പറ്റി. ഞങ്ങളപ്പോൾ ആലോചിക്കുകയും ചെയ്തു, അവിടെ വന്ന് ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഈ ഒരു സംഭവം വന്ന് കടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണല്ലോ. അപ്പോൾ നമ്മളതാ നോക്കിയപ്പം ഒരു ഞണ്ടിനെ കിട്ടി. അതിൻ്റെ കളറും ആ ഒരു പാറയുടെ കളറും സെയിം കളറാണ്. കണ്ടോ, ശരിക്കും നമുക്ക് അറിയത്ത് പോലും ഇല്ല അത് അവിടെ ഇരിക്കുന്നത്. ചിലപ്പോൾ കാലയിലൊക്കെ കടിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് കുറേ കടൽ ജീവികളെയൊക്കെ കാണാൻ പറ്റും. കിടക്കുന്ന കപ്പല് താണ്ട് കിടക്കുന്നത് കണ്ടോ, ഒറ്റയ്ക്ക് കിടക്കുന്നുണ്ട്. നമ്മളെ മുങ്ങി കിടക്കുന്ന കപ്പല്. ഇവിടെ പിന്നെ കളർ നോക്കിക്കേ, അടിപൊളിയായിട്ടുണ്ടല്ലേ. അടിപൊളിയായിട്ടുള്ളൊരു ലൊക്കേഷനായിരുന്നു. നമ്മൾ റിയാദിൽ നിന്ന് വരുന്ന ആളുകളാണല്ലോ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ മൊത്തം സിറ്റി വ്യൂകളൊക്കെയാണല്ലോ കാണാൻ പറ്റുന്നത്. ഇവിടെ വരുമ്പോഴാണ് നമുക്ക് ബീച്ചൊക്കെ കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ നമ്മൾ ബീച്ചൊക്കെ കാണാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ദമാം, ജിദ്ദയിലൊക്കെയാണ് പോകാറുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. ബീച്ച് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നല്ലോ. ഉംലൂജ് ബീച്ചിൽ നമ്മൾ കയറി. അതേപോലെ തന്നെ ഇവിടുത്തെ ബീച്ചൊക്കെ കാണാൻ പറ്റി. ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങൾക്ക്. അതേപോലെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് തോന്നിയതെന്ന് വെച്ചാൽ ഇത് തന്നെയായിരുന്നു. കണ്ടോ, ആ ഒരു വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഒരു പ്രത്യേക രീതി അവർ ചെയ്തിട്ടിട്ടുണ്ട്. നമുക്കിങ്ങനെ ഓരോരുത്തരുടെ വണ്ടി ഇങ്ങനെ ഇവിടെ വന്നിട്ട് പാർക്ക് ചെയ്തിട്ടിട്ട് അതേപോലെ തന്നെ ആ ഒരു ബീച്ചിൻ്റെയും ആ ഒരു ഷിപ്പിൻ്റെയും കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ ഇരുന്ന് കാണാൻ പറ്റും. ഭയങ്കര കാറ്റായിരുന്നു. നമ്മൾ ഒട്ടും പ്രതീക്ഷയില്ല നമ്മുടെ വീഡിയോയിൽ ഇത്രയും ആ ഒരു കാറ്റിൻ്റെ സൗണ്ട് വരുമെന്ന്. നമ്മൾ മൈക്ക് യൂസ് ചെയ്യാനും മറന്നുപോയി. ഇതൊരു പാർക്കായിരുന്നു. ഈ പാർക്കിനുള്ളിലാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ടല്ലേ. നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്തോരം വണ്ടികളാണ് ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. നമ്മളിവിടെ ഇറങ്ങുകയാണ്, അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പം യാമ്പൂൻ്റെ തന്നെ മറ്റൊരു സ്ഥലമായിട്ടുള്ള യാമ്പൂൻ്റെ ഒരു ഐലൻഡ് കാണാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. എന്നാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. സമയം 3 മണി. വെയിലാണ്, നല്ല വെയിലും അതുപോലെ തന്നെ നല്ല കാറ്റുമാണ് അല്ലേ. ഭയങ്കര ഒരു കാറ്റായിരുന്നു. എന്നാലും ഈ വെള്ളത്തിൻ്റെ കളർ തന്നെയാണ് ഭയങ്കര അടിപൊളി കളറാണ്. നമ്മുടെ ദമാമിലുള്ള ആ ഒരു സ്ഥലത്ത് ഈ ഒരു കളറാണ്. പക്ഷെ അതിന് വേറൊരു കളറല്ലേ, ഈ സെയിം കളറാണ്. എന്നാൽ ഇതൊരു അടിപൊളി കളറാണ്. ഈ കളർ എനിക്ക് അങ്ങനെ നല്ല ഇഷ്ടമായി. എന്തായാലും ഇത് ഞങ്ങളതിനകത്ത് വീഡിയോ ഇഷ്ടപ്പെട്ടു. ഇപ്പം നമ്മൾ അടുത്ത സ്ഥലമായിട്ടുള്ള നവറാസ് ഐലൻഡ് കാണാൻ വേണ്ടി പോവുകയാണ്. യാമ്പൂല് തന്നെ ഒരു അടിപൊളി ഒരു ഐലൻഡാണ്. ഇപ്പോഴത്തെ സമയം 3:10. നമ്മൾ ആ ഒരു ഐലൻഡ് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ ഇവിടുത്തെ ആ ഒരു റെക്കഡ് ഷിപ്പിൻ്റെ കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടെ നിന്നാണ് പോകുന്നത്. ഏകദേശം ഒരു 9 മിനിറ്റേ ഉള്ളൂ സമയം എന്ന് കണ്ട്. അപ്പം നമ്മൾ അതും കൂടെ ഒന്ന് കണ്ടിട്ട് പോകുന്ന നേരെ അങ്ങോട്ട് പോവാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ